Hi all, this is Abhay from Prepwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CUET PG 2023 നിന്നുള്ള അനലിറ്റിക്കൽ സ്കിൽസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ആൻഡ് അസംപ്ഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇറ്റ് ഈസ് ഡിസൈറബിൾ ടു പുട്ട് ദി ചൈൽഡ് ഇൻ സ്കൂൾ അറ്റ് ദി ഏജ് ഓഫ് 5. ഒരു 5 വയസ്സൊക്കെ ആവുമ്പോൾ കുട്ടിയെ സ്കൂളിൽ ചേർക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും എന്നുള്ളതാണ് മെയിൻ ആയിട്ട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് അസംപ്ഷൻ പറയുന്നത് അറ്റ് ദാറ്റ് ഏജ് the child reaches appropriate level of development and is ready to learn. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5 വയസ്സാവുന്ന സമയത്ത് കുട്ടി ഒരു അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് ഡെവലപ്മെന്റ് ആവും, അതുപോലെ തന്നെ ഒരു ലേണിംഗ് പ്രോസസ്സിന് റെഡി ആവും എന്നാണ് മെയിൻ ആയിട്ട് പറയുന്നത്. തീർച്ചയായിട്ടും എന്താണ് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു അസംപ്ഷൻ തന്നെയാണ്. രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത് ദ സ്കൂൾ ഡു നോട്ട് അറ്റംപ്റ്റ് ഓർ അഡ്മിറ്റ് ദ ചിൽഡ്രൻ ആഫ്റ്റർ 6 years ഓഫ് ഏജ്. 6 വയസ്സിന് ശേഷം കുട്ടികളെ സ്കൂളിൽ അഡ്മിറ്റ് ചെയ്യൂല എന്നാണ് മെയിൻ ആയിട്ട് പറയുന്നത്. അങ്ങനെ ഒരു കാര്യം തീർച്ചയായിട്ടും അവിടെ മീൻ ചെയ്യുന്നില്ല. അതായത് ഒരു ഏജ് ബേസിസ് അല്ലെങ്കിൽ അവിടെ അഡ്മിറ്റ് ചെയ്യില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് മെയിൻ ആയിട്ടും തീർച്ചയായിട്ടും അവിടെ എന്ത് ചെയ്യുന്നില്ല, സ്റ്റേറ്റ്മെന്റിൽ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് അവിടുന്ന് വാലിഡ് ആയിട്ടുള്ള അസംപ്ഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മെയിൻ ആയിട്ട് എടുക്കേണ്ടതായിട്ടുള്ളത്. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഓപ്ഷൻ 1 ആണ്. അതായത് ഓൺലി അസംപ്ഷൻ 1 ഈസ് ഇംപ്ലിസിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാണ്. എ മാൻ ഈസ് ഫേസിംഗ് ടുവേർഡ്സ് ഈസ്റ്റ്. അപ്പൊ എന്ത് ചെയ്യാണ്, ഒരാൾ ഈസ്റ്റിലോട്ട് തിരിഞ്ഞു നിൽക്കാണ്. ഓക്കെ, ആൻഡ് ടേൺസ് 45 degree clockwise. അപ്പൊ ഇവിടത്തെ തിരിയാണെങ്കിൽ ഇവിടത്തെ തിരിയുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യും, അതൊരു 90 degree ആവും. അദ്ദേഹം 45 degree ആണ്. ദാറ്റ് മീൻസ് ഇവിടെയാണ് അദ്ദേഹം ഇപ്പോ എത്തി നിൽക്കുന്നത്. ഓക്കെ ആണല്ലോ. അഗെയിൻ 180 degree clockwise. 180 എന്ന് പറയുമ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റിലോട്ട് പോകും. ഓക്കെ, അതിന് ക്ലോക്ക് വൈസ് ആയാലും ആന്റി ക്ലോക്ക് വൈസ് ആയാലും 180 ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, സിമിലർ ആയിരിക്കും. ഓക്കെ, 180 degree clockwise ആൻഡ് ദെൻ ടേൺസ് ത്രൂ 270 degree ആന്റി ക്ലോക്ക് വൈസ്. 270 degree ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ 180 degree ആന്റി ക്ലോക്ക് വൈസ് ഈ ഒരു അദ്ദേഹം ഉണ്ടായിരുന്ന പൊസിഷൻ തന്നെ അദ്ദേഹം എത്തിക്കും. അവിടെ നിന്ന് ഒരു 90 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു പൊസിഷനിലാണ് അദ്ദേഹം എന്ത് ചെയ്യുക, ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇൻ വിച്ച് ഡിറക്ഷൻ ഹി ഈസ് ഫേസിംഗ് നൗ. ഇപ്പൊ അദ്ദേഹം ഏത് ഡിറക്ഷനിലാണ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കാം. ഈ ഒരു ഡിറക്ഷനിലല്ല അദ്ദേഹം ഫേസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നോർത്ത് ഈസ്റ്റിലായിരിക്കും അദ്ദേഹം ഫേസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഓപ്ഷൻ 2 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് നമ്മൾ പോവാണ്. ഗിവൺ ബിലോ ആർ 2 statements. One is labeled as assertion and other is labeled as reason. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് അസേഷൻ നോക്കാം. ദി കോമൺ വാല്യൂ ഓഫ് ഓൾ റിലീജിയൻ ഷുഡ് ബി തോട്ട് ടു ദി ചിൽഡ്രൻ ഇൻ അവർ സ്കൂൾസ്. ഇപ്പോ റിലീജിയന്റെ ഒക്കെ ഒരു കോമൺ വാല്യൂ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ് മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പോ നമുക്കതൊരു അസേഷൻ ട്രൂ ആയിട്ട് വെക്കാം. അതായത് അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്റ്റുഡൻസ്, ആ ഒരു ചിൽഡ്രൻ എന്തായിരിക്കും, മറ്റുള്ള റിലീജിയൻസിനെ ബഹുമാനിക്കാനും അതുപോലെ തന്നെ അതിലെ നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളാനൊക്കെ കാരണമായിട്ട് മാറും. റീസൺ പറയുന്നത് ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻകൾക്കേഷൻ ഓഫ് മോറൽ വാല്യൂസ് അമംഗ്സ് ദ ചിൽഡ്രൻ ഓഫ് അവർ കൺട്രി. തീർച്ചയായിട്ടും റീസൺ പറയുന്നത് എന്താണ്, വളരെ കറക്റ്റ് ആണ് അല്ലെ. അതായത് മോറൽ വാല്യൂസും മറ്റു കാര്യങ്ങളൊക്കെ ഉയർത്താൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോ അവർക്ക് ചെറിയ ക്ലാസ്സുകളിൽ തന്നെ കുട്ടികൾക്ക് എന്ത് ചെയ്യാണ്, മോറൽ വാല്യൂസ് അല്ലെങ്കിൽ റിലീജിയസ് മോറൽ വാല്യൂസ് പഠിപ്പിക്കുന്നതിലൂടെ അവർ മറ്റുള്ള റിലീജിയനെ ബഹുമാനിക്കാനും മറ്റു കാര്യങ്ങൾക്കും പഠിക്കുകയും നല്ലൊരു കാര്യത്തിനായി മാറുകയും ചെയ്യും. അപ്പൊ ആ ഒരു അസേഷനും കറക്റ്റ് ആണ്, അതുപോലെ തന്നെ എന്താണ് റീസണും കറക്റ്റ് ആണ്. അതുപോലെ തന്നെ അസേഷന്റെ കറക്റ്റ് റീസൺ ആയിട്ട് തന്നെയാണ് അവിടെ എന്ത് പറഞ്ഞിട്ടുള്ളത്, റീസൺ പറഞ്ഞിട്ടുള്ളത്. ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നുള്ള ഓപ്ഷൻ നമുക്ക് മാർക്ക് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് നമ്മൾ പോവാണ്. ഐ സ്റ്റാർട്ട് ഫ്രം മൈ ഹോം. അപ്പോ എന്റെ ഹോം ഇവിടെയാണ് നമ്മൾ വിചാരിക്കുകയാണ്. ഓക്കെ, ആൻഡ് ഗോ 5 kilometers straight. 5 kilometers straight. ഓക്കെ, ദെൻ ഐ ടേൺ ടുവേർഡ്സ് മൈ റൈറ്റ്. റൈറ്റിലോട്ട് തിരിഞ്ഞിട്ട് ഒരു 2 kilometers ട്രാവൽ ചെയ്യാണ്. ഐ ടേൺ അഗെയിൻ ടുവേർഡ്സ് മൈ റൈറ്റ് ആൻഡ് അഗെയിൻ ട്രാവൽ 2 kilometers. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 2 kilometers കുറച്ച് കുറക്കാം. ഓൾമോസ്റ്റ് ഇത്ര, വീണ്ടും താഴേക്കൊരു 2 kilometers. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇഫ് ഐ ആം നോർത്ത് വെസ്റ്റ് ഫ്രം മൈ ഹൗസ്. ഇപ്പൊ അദ്ദേഹം എത്തി നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ഹൗസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ നോർത്ത് വെസ്റ്റിലാണ്. അങ്ങനെയാണെങ്കിൽ ദെൻ ഇൻ വിച്ച് ഡിറക്ഷൻ ഡിഡ് ഐ ഗോ ഇൻ ദ ബിഗിനിങ്. ഇപ്പൊ പറയുന്ന കാര്യത്തിലേ ഉള്ളൂ, അദ്ദേഹം ഫസ്റ്റ് ഏത് ഡിറക്ഷനിലേക്കാണ് ട്രാവൽ ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഏതൊരു ഡിറക്ഷനിൽ നോക്കി നിൽക്കായിരുന്നു, സ്ട്രെയിറ്റ് ട്രാവൽ ചെയ്തു എന്നേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ അസ്യൂം ചെയ്തതാണ് അദ്ദേഹം എന്ത് ചെയ്യാണ്, നോർത്തിലോട്ട് ട്രാവൽ ചെയ്താണ്. അപ്പോ ഇവിടെ പറയുന്ന കാര്യം അദ്ദേഹം ആ പറഞ്ഞ രീതിയിലൊക്കെ ട്രാവൽ ചെയ്തു. അതായത് ഫസ്റ്റ് ഇങ്ങനെ പോയി പിന്നെ ഇങ്ങനെ വന്നു. ഇപ്പൊ അദ്ദേഹം വിത്ത് റെസ്പെക്ട് ടു ഹോം അദ്ദേഹം എത്തി നിൽക്കുന്നത് എവിടെയാണ്, നോർത്ത് വെസ്റ്റിലാണ്. അതായത് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഹോം ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ ഒരു പൊസിഷനിലാണ് എത്തി നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഏത് ഡിറക്ഷനിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും.
ഈ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെയാണ് ട്രാവൽ ചെയ്തിട്ടുള്ളത് അല്ലെ. അതായത് ലെഫ്റ്റിലോട്ട് വന്നു, വീണ്ടും റൈറ്റിലോട്ട് വന്നു, വീണ്ടും റൈറ്റിലോട്ട് അദ്ദേഹം വന്നു. ആ രീതിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹം വിത്ത് റെസ്പെക്ട് ടു അദ്ദേഹത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നോർത്ത് വെസ്റ്റിലാവണമെങ്കിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത് എവിടുന്നായിരിക്കും? ഫസ്റ്റ് ഡയറക്ഷൻ അദ്ദേഹം വെസ്റ്റിലോട്ടായിരിക്കും. എക്സാമ്പിൾ ആയിട്ട് നോക്കുക, വെസ്റ്റിലോട്ട് ഒരു 5 കിലോമീറ്റർ അദ്ദേഹം നടന്നു, വീണ്ടും റൈറ്റിലോട്ട് 2 കിലോമീറ്റർ പോയി, വീണ്ടും 2 കിലോമീറ്റർ പോയി. ഇപ്പോഴും അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല? അദ്ദേഹം ഈ ഒരു നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ എൻഡ് പോയിന്റ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോർത്ത് എക്സാമ്പിൾ ആക്കിയിട്ട്, അതായത് ഫസ്റ്റ് നമുക്ക് അറിയില്ല അദ്ദേഹം എങ്ങോട്ടാ പോയത്. അപ്പൊ ഞാൻ നോർത്ത് എക്സാമ്പിൾ ആക്കി എടുത്തപ്പോ അദ്ദേഹം എവിടെ അവസാനിച്ചു? അദ്ദേഹം നോർത്ത് ഈസ്റ്റിൽ അവസാനിച്ചു. ഞാൻ വെസ്റ്റ് എടുത്ത സമയത്ത് അദ്ദേഹം എവിടെ അവസാനിക്കുന്നുണ്ട്? നോർത്ത് വെസ്റ്റിൽ അവസാനിക്കുന്നുണ്ട്. അതാണ് നമുക്ക് വേണ്ടിയിരുന്നത്. ദാറ്റ് മീൻസ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ആ ഒരു ട്രാവൽ അദ്ദേഹം നടത്തിയിട്ടുള്ളത് എങ്ങോട്ടാണ്? വെസ്റ്റിലോട്ടാണ്. ഒന്നുകൂടി ലോജിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. K introduces M saying. അപ്പൊ K എന്ത് ചെയ്യാണ്? എമ്മിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, saying he is the husband of granddaughter of father of my father. അപ്പോ K introduces M. ആരാണ് സംസാരിക്കുന്നത്? K ആണ് സംസാരിക്കുന്നത്. K നെ ഞാൻ കൊടുക്കാണ്. നോക്കുക, the father of my father. അപ്പൊ Kന്റെ ഫാദർ, K's ഫാദർ, K അവരുടെ ഫാദറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ദാറ്റ് മീൻസ് Kന്റെ ഗ്രാൻഡ് ഫാദർ ആണ്. GF എന്ന് പറഞ്ഞാല് ഗേൾഫ്രണ്ട് അല്ല, ഇവിടെ നമ്മൾ ഗ്രാൻഡ് ഫാദർ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കാം, ഹി ഈസ് ദ ഹസ്ബൻഡ് ഓഫ് ഗ്രാൻഡ് ഡോട്ടർ ഓഫ് ഫാദർ ഓഫ് മൈ ഫാദർ. ഓക്കെ, അപ്പൊ എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഗ്രാൻഡ് ഡോട്ടർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒന്നിക്കെ K എന്താവണം? K ഒരു ലേഡി ആവണം. ഒന്നിക്കെ K ലേഡി ആണെന്നുണ്ടെങ്കിൽ Kന്റെ തന്നെ എന്തായിട്ട് വരാം? ഹസ്ബൻഡ് ആയിട്ട് വരാം. അല്ലാന്നുണ്ടെങ്കിൽ Kന്റെ ഒരു വേറെ സിസ്റ്റർ, ഓക്കെ, ഒരു സിസ്റ്റർ വന്നിട്ട് അവരുടെ ഹസ്ബൻഡ് ആയിരിക്കാം അല്ലെ. ഹി ഈസ് ദ ഹസ്ബൻഡ് എന്നാണ് പറയുന്നത്, അവരുടെ ഹസ്ബൻഡ് ആയിരിക്കാം. ഓക്കെ, കേസ് ഒരു ഫീമെയിൽ ആയിട്ട് അവരുടെ തന്നെ ഹസ്ബൻഡ് ആവുന്ന സമയത്ത് നമുക്ക് ഹൗ ഈസ് എം റിലേറ്റഡ് ടു K എന്നുള്ളത് നമുക്ക് ആൻസർ കൊടുക്കേണ്ടതായിട്ട് വരാം. ഹസ്ബൻഡ് ആണ്, പക്ഷെ ഹസ്ബൻഡ് എന്തില്ല? ഓപ്ഷനിൽ വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്നുള്ളത് എന്താണ്? ഇവിടെ എം എന്ന് പറയുന്നത് Kന്റെ ആരായിരിക്കും? ഫോർ എക്സാമ്പിൾ K ഞാനാണ്, എന്റെ ഒരു സിസ്റ്റർ ഉണ്ട്, എന്റെ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്റെ ആരാണ്? എന്റെ നോർമൽ ബ്രദർ അല്ല, മറിച്ച് എന്റെ അളിയനാണ്, അതായത് ബ്രദർ ഇൻ ലോ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ദാറ്റ് മീൻസ് തേർഡ് ഓപ്ഷൻ ബ്രദർ ഇൻ ലോ ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ചില സമയത്ത് കേസസ് എടുക്കേണ്ടതായിട്ട് വരും. ഈ ഒരു കേസിൽ നമുക്ക് അവിടെ കേസസ് അതായത് K മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാം. ഇനി ഈവൻ ഫീമെയിൽ ആണെങ്കിൽ തന്നെ നമുക്ക് അവിടെ രണ്ട് ഓപ്ഷൻസ് വരാം. ഒന്നിക്കെ K ഒരു ഫീമെയിൽ ആയിരിക്കെ തന്നെ എന്ത് ചെയ്യാം? Kക്ക് വേറെ സിസ്റ്ററും കൂടി ഉണ്ടായിക്കൂടെ. അതൊക്കെ ഒരു പോസിബിലിറ്റി ആണ് തീർച്ചയായിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇഫ് സീത ഈസ് അറ്റ് ദ ഈസ്റ്റ് ഓഫ് മാള. ഓക്കെ, മാള അവരുടെ ഈസ്റ്റിലാണ് ആരുള്ളത്? സീത ഉള്ളത്. ഓക്കെ, മാള ഈസ് അറ്റ് ദ നോർത്ത് ഓഫ് സപ്ന. സപ്ന അവരുടെ നോർത്തിലാണ് മാള ഉള്ളത്. ഓക്കെ ആണ്. നെക്സ്റ്റ്, സപ്ന ഈസ് നോർത്ത് ഓഫ് ശോഭ. ശോഭയുടെ നോർത്തിലായിട്ടാണ് ആരുള്ളത്? സപ്ന ഉള്ളത്. അത് ഓക്കെ ആണ്. ശോഭയുടെ നോർത്ത്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി പൊസിഷൻ ഓഫ് സീത വിത്ത് റെസ്പെക്ട് ടു ശോഭ. ശോഭന് വിത്ത് റെസ്പെക്ട് ടു നോക്കുമ്പോൾ സീതയുടെ പൊസിഷൻ ഏതാണ്? അതായത് ഓൾമോസ്റ്റ് നോർത്തിന്റെയും അതുപോലെ തന്നെ ഈസ്റ്റിന്റെയും ഇടയിലായിട്ടാണ് വിത്ത് റെസ്പെക്ട് ടു ശോഭ നോക്കുന്ന സമയത്ത് ആരുള്ളത്? സീത ഉള്ളത്. ദാറ്റ് മീൻസ് നോർത്ത് ഈസ്റ്റ് ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക, നോർത്തിന്റെയും ഈസ്റ്റിന്റെയും ഇടയിലായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവാണ്. റീജൻ ഷോയിങ് എഡ്യൂക്കേറ്റഡ് എംപ്ലോയിഡ് ബട്ട് നോട്ട് കൺഫേംഡ് ഇൻ ജോബ് ആസ്. ഇപ്പൊ എഡ്യൂക്കേറ്റഡ് ആണ്, അതുപോലെ തന്നെ എംപ്ലോയിഡ് ആണ്. അതായത് ഈ രണ്ട് സർക്കിളിലും കോമൺ ആയിട്ട് വരണം. അങ്ങനെ ആരൊക്കെ വരാം? ഒന്ന് B വരാം, E വരാം, അതുപോലെ തന്നെ Dയും വരാം. ഓക്കെ, അവരെന്താണ്? എഡ്യൂക്കേറ്റഡ് ആണ്, അതുപോലെ തന്നെ എംപ്ലോയിഡ് ആണ്, ബട്ട് നോട്ട് കൺഫേംഡ്. അപ്പൊ കൺഫേംഡ് ഏതൊക്കെ വരുന്നത്? ഈ ഒരു ട്രയാങ്കിളിനുള്ളിലാണ് വരുന്നത്. ദാറ്റ് മീൻസ് E നമുക്ക് അതിൽ നിന്ന് ഔട്ട് ആക്കാൻ വേണ്ടി പറ്റും. നോട്ട് കൺഫേംഡ് എന്നാണ് പറയുന്നത്. അപ്പം എന്ത് ചെയ്യാൻ? നമുക്ക് E അതിൽ നിന്ന് ഔട്ട് ആക്കാൻ. ബാക്കി ആരൊക്കെയാണ് ഉള്ളത്? Bയും അതുപോലെ തന്നെ Dയും ആണ്. ഓപ്ഷൻ B ആൻഡ് D ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്ട്രേറ്റ് ലൈൻസ് റിക്വയർഡ് ടു മേക്ക് ദ ഗിവൺ ഫിഗർ. താഴെ തന്നിരിക്കുന്ന ഫിഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന മിനിമം നമ്പർ ഓഫ് സ്ട്രേറ്റ് ലൈൻസ് ആണ് ചോദിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ ലൈൻസ് നോക്കാം. ഈ ഒരു രീതിയിൽ 5 ലൈൻസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത് അല്ലെ. അപ്പൊ 5 ലൈൻസ്. ഇനി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നോക്കാം. 1 2 3 അവിടെ 3 ലൈൻസ് ആണ് വരുന്നത്. ഇനി 2 ഡയഗണൽസ് നോക്കാം. 2 ഡയഗണൽസ് നോക്കുന്ന സമയത്ത് അവിടെ 2 എണ്ണമാണ് വരുന്നത്. ഇനി ഇത് കൂടാതെ ബാക്കി എത്ര ലൈൻസ് വരുന്നുണ്ട്? ഇതൊരു ലൈനാണ്, ഇതൊരു ലൈനാണ്, ഇതൊരു ലൈനാണ്, ഈ ഒരു ലൈനാണ്. ഇതും കൂടി കൂടുന്ന സമയത്ത് ഒരു 4 ലൈനും കൂടി ജസ്റ്റ് കൂടും. ഓക്കെ, ഇനി എല്ലാ ലൈനാണല്ലോ. ഈ ഒരു ഡയഗണൽ നമ്മൾ ഓൾറെഡി ഇങ്ങനെ വരച്ചതാണ്. ഈ ഒരു ലൈനിൽ ഇത് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അത് നമ്മൾ കണക്ക് കൂട്ടുന്നുണ്ട്. ഈ ഒരു ലൈൻ ആണെങ്കിലോ ഈ ഒരു ടോട്ടൽ ഡയഗണൽ വരക്കുന്ന സമയത്ത് അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് മെയിൻ ആയിട്ട് നമുക്ക് അത് മിനിമം നമ്പർ ഓഫ് ലൈൻസ് ഈ ഒരു ഫിഗർ വരക്കാൻ വേണ്ടിയിട്ടുള്ളത്. 5 + 3 + 2 10 ആണ്. 10 + 4 14 ആണ്. ഓപ്ഷൻ B 14 ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവാണ്. Given below are 2 statements. One is labeled as assertion and other is labeled as reason. Assertion പറയുന്നത്
the air around Taj Mahal contains high level of sulfur and nitrogen oxide. Okay, as a result, the monument is getting discolored and getting lesser. Okay, വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു അസേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്, താജ്മഹലിന്റെ അടുത്തുള്ള എയറിൽ ഹൈ ലെവൽ ആയിട്ടുള്ള സൾഫറും അതുപോലെ തന്നെ നൈട്രജൻ ഓക്സൈഡും ഒക്കെ ഉണ്ട്. അത് തീർച്ചയായിട്ടും അതിന്റെ നിറമങ്ങലിന് കാരണമാവുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. വളരെ കറക്റ്റ് ആയിട്ടുള്ള അസേഷൻ ആണ്. അപ്പൊ അസേഷൻ എന്താണ്, ട്രൂ ആണ്. നെക്സ്റ്റ് റീസൺ പറയുന്നത്, ലാർജ് നമ്പർ ഓഫ് ഹോട്ടൽസ് ആൻഡ് പാർക്കിംഗ് ഏരിയാസ് യൂസസ് പുവർ ക്വാളിറ്റി ഓഫ് ഫ്യൂവൽ which on burning produces oxides resulting in acid rain which then reacts the marble cause damage to wonderful monument. വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു നിരീക്ഷണമാണ് പറഞ്ഞിട്ടുള്ളത്. റീസണിൽ പറയുന്ന കാര്യം നോക്കാം, ലാർജ് നമ്പർ ഓഫ് ഹോട്ടൽസും പാർക്കിംഗ് ഏരിയാസും ഒക്കെ എന്ത് ചെയ്യാണ്, പുവർ ക്വാളിറ്റി ഫ്യൂവൽസ് യൂസ് ചെയ്യുന്നതിലൂടെ അവിടെ ബേണിംഗ് നടക്കുകയും ഓക്സൈഡ്സും മറ്റു കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ തീർച്ചയായിട്ടും അസേഷനിൽ പറഞ്ഞ കാര്യത്തിന്റെ എക്സാക്ട് റീസൺ തന്നെയല്ലേ, എങ്ങനെയാണ് ആ ഓക്സൈഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ സൾഫർ ഓക്സൈഡ് ആവട്ടെ നൈട്രജൻ ഓക്സൈഡ് ആവട്ടെ, അതിന്റെ എക്സാക്ട് റീസൺ അവിടെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അത് എന്തിനു കാരണമാവുന്നു, ആസിഡ് റെയിനും കാരണമായിട്ട് അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, അതിന്റെ ഡിസ്കളറിങ്ങിനും അതുപോലെ തന്നെ ലെസ്സറിനും ഒക്കെ കാരണമാവുന്നു മെയിൻ ആയിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പൊ റീസൺ എന്താണ്, കറക്റ്റ് ആണ്. അതുപോലെ തന്നെ അസേഷന്റെ എക്സാക്ട് റീസൺ തന്നെയാണ് എന്തിൽ പറഞ്ഞിട്ടുള്ളത്, റീസണിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ഓപ്ഷൻ 1 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് നമ്മൾ പോവാണ്. ചൂസ് ദി ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഷോസ് ദ സെയിം റിലേഷൻഷിപ്പ് ആസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലേ, പോട്ടർ, പോട്ട്സ്. ക്ലേ വെച്ചിട്ടാണ് ഒരു പോട്ടർ എന്ത് ചെയ്യുക, പോട്ട്സ് മേക്ക് ചെയ്യുക. ആ രീതിയിൽ നോക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ഏതാ വരിക, ഓപ്ഷൻ 2 ആണ്. ക്ലോത്ത് വെച്ചിട്ടാണ് ഒരു ടൈലർ എന്ത് ചെയ്യുക, ക്ലോത്ത്സ് ഉണ്ടാക്കുക. ഒക്കെ ആണല്ലോ. ഇത്രയൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നത്. ബാക്കിയുള്ള സെഷനുമായിട്ട് നമ്മൾ വീണ്ടും കാണും. ഇതുവരേക്കും ബൈ.